السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. നിസ്കാര ശേഷം എല്ലാ ദിവസവും ഒരുത്തൻ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കുന്നതിന് അവന് മരണം തടസ്സമാണ്. മരിച്ചതിന് ശേഷമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ വിവക്ഷ. അതുകൊണ്ട് ആയത്തുൽ കുർസിയെ നാം നിസ്കാര ശേഷം പതിവാക്കുക. സൂറത്തുൽ വാക്കിയ നാം ഓതിക്കഴിഞ്ഞാൽ അവന് ദാരിദ്ര്യം പിടികൂടുകയില്ല. സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ ഖബറിലെ അദാബിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നാം വിശുദ്ധ ഖുർആനെ നാം ധാരാളമായിട്ട് നാം പാരായണം ചെയ്യുക. അലിഫ് ലാം മീം 3 അർത്ഥങ്ങൾ 30 പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് ലഭിക്കുന്നത്. ശുദ്ധ റമദാനിൽ സുന്നത്തുകൾ ഫർദിൻ്റെ സ്ഥാനത്ത് ലഭിക്കുകയും അങ്ങനെ ധാരാളം പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കുന്ന നാം ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും തഖ്വലില്ലാഹി മദാറുക്കും ബിസആദത്തി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. തഖ്വയോടുകൂടിയുള്ള ഒരു ജീവിതം നാം നയിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അല്ലാഹു റസൂലോ അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ്. ഒരിക്കലും നശിക്കാൻ അല്ലാഹു തആല മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.